എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചാമ്പങ്ങ വെച്ച് അടിപൊളി സംഭാരവും ജ്യൂസുമാണ് തയ്യാറാക്കുന്നത്. ഈ പൊള്ളുന്ന ചൂടിലും അതുപോലെ ഈ നോമ്പ് തുറ സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. നമ്മുടെ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചാമ്പങ്ങ സംഭാരം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 8-10 ചാമ്പങ്ങ എടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി എടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 കാന്താരിമുളക് ഇട്ട് കൊടുക്കണം. ഇതെൻ്റെ വീഡിയോയിൽ നിന്ന് മിസ്സായി പോയതാണ്. കാന്താരിമുളകിന് പകരം ഒരു പച്ചമുളകിൻ്റെ 4/1 ഭാഗം ഇട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, പാകത്തിന് ഉപ്പ്, 2-3 കറിവേപ്പില ഇവ ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് 4-5 സെക്കൻഡ് അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിനിമം ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചാമ്പങ്ങ വെച്ച് ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 8-10 ചാമ്പങ്ങ ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവിലാണ് ചാമ്പങ്ങ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ജ്യൂസിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു ഏലക്കയുടെ കുരു എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് 1 മിനിറ്റ് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ജ്യൂസ് അരിച്ചൊഴിക്കാം. പുളി കുറവുള്ള ചാമ്പങ്ങ ആണെങ്കിൽ ഈ ജ്യൂസ് അടിച്ചെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് അടിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ചാമ്പങ്ങ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാമ്പങ്ങ സംഭാരവും കൂടി സെർവ് ചെയ്യാം. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം സംഭാരം ഒഴിച്ച് സെർവ് ചെയ്യാം. ഈ സംഭാരം നമുക്ക് അരിക്കാതെയും അരിച്ചെടുത്തും സെർവ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചാമ്പങ്ങ സംഭാരവും റെഡി ആയിട്ടുണ്ട്. രണ്ടിനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.